എത്തുന്നത്. ആ കൂട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റഅയ്തുന്നാർ, ഒരു ഖുതുബയിൽ അവിടുന്ന് പറഞ്ഞു, ഒരു ഖുതുബയിലൂടെ അവിടുന്ന് പറഞ്ഞു, ഗ്രഹണ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് നടത്തിയ ഒരു ഖുതുബയിൽ അവിടുന്ന് സഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, റഅയ്തുന്നാർ, ഞാൻ നരകം കണ്ടു, വറഅയ്തു അക്സറ അഹ്ലിഹ നിസാ, അതിലെ മഹാഭൂരിപക്ഷം ആളുകളെയും ഞാൻ കണ്ടത് സ്ത്രീകളെയാണ്. നരകാഗ്നിയിൽ ബഹുഭൂരിപക്ഷം ആളുകളും സ്ത്രീകളെയാണ് ഞാൻ കണ്ടത്. ആണുങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകളുടെ എണ്ണമാണ് നരകത്തിയിൽ കൂടുതൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുകയാണ്. അവിടുന്ന് പറഞ്ഞു, യാ മഅ്ശറൻ നിസാ, ഓ സ്ത്രീകളുടെ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ എപ്പോഴും ധർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ധർമ്മം ചെയ്യണം, പാവങ്ങളെ സഹായിക്കണം, സ്വതക്ക കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടെങ്കിലും നരകാഗ്നിയെ തടുക്കണം. ഫൈനി റഅയ്തുകുന്ന കതറാഹിലിന്നാർ, നരകവാസികളിൽ അധികാളുകളെയും ഞാൻ നിങ്ങളെയാണ് കാണുന്നത്. സ്ത്രീകളോട് പറയാണ്, ഞാൻ നിങ്ങളെയാണ് അധികവും നരകത്തിൽ കാണുന്നത്, നിങ്ങളുടെ വർഗത്തെ സ്ത്രീകളെ. സഹാബ സ്ത്രീകൾ ചോദിച്ചു, വലിമദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ, നിങ്ങൾക്ക് ശാപം കുറച്ച് കൂടുതലാ, ഈ ശപിക്കണ പരിപാടി നിങ്ങൾക്ക് കുറച്ച് അധികം. വതക്ഫുർനൽ അശീറ, കുടുംബ ബന്ധത്തെ നിഷേധിക്കലും നിങ്ങൾക്ക് കുറച്ച് അധികമാണ്. രക്തബന്ധമുള്ള ആളുകളെ തമ്മിൽ പിണക്കാൻ നിങ്ങൾക്ക് വല്ലാത്തൊരു കഴിവാണ്. നിങ്ങൾ കുസുകുസുത്ത് തലയണ മന്ത്രം നടത്തി പലതും ചെയ്ത് ഒന്നിച്ചു നിന്നിരുന്ന ആളുകളെ നിങ്ങൾ ഭിന്നിപ്പിക്കും. ബന്ധങ്ങളിൽ നിങ്ങൾ വിള്ളലുണ്ടാക്കും, പോരായ്മകൾ ഉണ്ടാക്കും. മാത്രമല്ല ദുന്യാവിനോട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഒരു ചായ്വ്, ദുന്യാവിന്റെ സുഖസൗകര്യങ്ങളോടൊരു ചായ്വ്, അതിന് പ്രാധാന്യം കൊടുക്കുക. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഭർത്താവിനോട് ദേഷ്യപ്പെടുക. ഏതെങ്കിലും ഒരു അവസരത്തിൽ ചോദിക്കുന്നതൊക്കെ നൽകിയ ഒരു ഭർത്താവ്, ആ ഭർത്താവ് നിന്റെ ഒരാവശ്യം പൂർത്തീകരിച്ച് തരാൻ അയാൾക്ക് സാധിക്കാതെ വന്നപ്പോൾ നിങ്ങൾ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, ഒരു ഖൈറും ഇന്ന് വരെ നിങ്ങളിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന നന്ദികെട്ട പെണ്ണുങ്ങൾ. അതെ, അവർക്കങ്ങനെ ശപിക്കൽ, എന്തെങ്കിലും കാര്യത്തിൽ ശാപം അവർക്ക് കൂടുതലാണ്. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പണ്ടാറടങ്ങട്ടെ, നശിച്ചു പോകട്ടെ, ശപിച്ചു പോകട്ടെ, നശിച്ചു പോകട്ടെ, തൊലഞ്ഞു പോകട്ടെ എന്നൊക്കെ അവരാണ് കൂടുതൽ പറയാം. മാറത്തടിച്ച് നിലവിളിച്ച് മുടിയഴിച്ചാടി ശാപവാക്കുകൾ ചൊരിയും. മക്കൾക്കെതിരെ ശപിച്ചു പറയും, ഭർത്താവിനെതിരെ ശപിച്ചു പറയും, കുടുംബത്തിനെതിരെ ശപിച്ചു പറയും, സ്വത്തിന്റെ കാര്യത്തിൽ ശപിച്ചു പറയും. ഇങ്ങനെ ശാപവാക്കുകൾ കൂടുതൽ ഉരിയാടൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണ്. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കലും ഒന്നിച്ചു നിൽക്കുന്നവരെ പരസ്പരം അകറ്റുന്നതിലും നിങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഇതെല്ലാ സ്ത്രീകളും അങ്ങനെയാണ് എന്നല്ല ഈ പറയുന്നത്, മഹാഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേ അവസരത്തിൽ പുരുഷന്മാരെക്കാൾ സൽക്കർമ്മത്തിലും ഈമാനിലും മുന്നേറിയ എത്രയോ വനിതാ രത്നങ്ങളുണ്ട്, മഹിളാ നേതാക്കളുണ്ട്. സ്വർഗീയ സ്ത്രീകളുടെ നേതാക്കളാകാൻ മാത്രം യോഗ്യരായ മഹദികൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരേത് കാലഘട്ടത്തിലും ഉണ്ടാകും, നല്ലവരായ എത്രയോ ഈമാനും സൽക്കർമ്മങ്ങളും ഉള്ളവർ. എന്നാൽ മറ്റവരെ അപേക്ഷിച്ച് ഇത്തരം ആളുകൾ വളരെ കൂടുതലാണ്. ഭർത്താവിന് ഈമാനികമായ ബോധമുണ്ടെങ്കിൽ പോലും ഭാര്യ സമ്മതിക്കൂല. ഭാര്യ അവളുടെ ഇഷ്ടം നടപ്പിലാക്കാൻ ഭർത്താവിനെ പ്രേരിപ്പിക്കും, അവനെ കൊണ്ട് അമിതമായി ആഡംബരത്തിന് ചെലവഴിപ്പിക്കും, കുത്തുവാക്കുകൾ പറഞ്ഞു നോവിപ്പിക്കും. പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് കയറി വരുന്ന ഭർത്താവിന്റെ മുമ്പിലേക്ക് ഒരുപാട് പ്രയാസങ്ങളുടെ പാഠങ്ങൾ അഴിച്ചു വെക്കുന്നവളല്ല യഥാർത്ഥത്തിലുള്ള ഒരു ഭാര്യ. ആ ഭാര്യ ആശ്വസിപ്പിക്കേണ്ടവളാണ്, താങ്ങും തണലുമാകേണ്ടവളാണ്. താങ്ങും തണലുമാകുന്നത് പോയി ഭർത്താവിന്റെ ഭാരങ്ങളിൽ വീണ്ടും തീക്കൊള്ളിയെടുത്ത് കത്തിച്ച് ആ ബന്ധങ്ങളെ വഷളാക്കുന്ന നിലക്ക് കൂടുതൽ ശാപവാക്കുകളും നന്ദികേടിന്റെ വാക്കുകളും അതുപോലെ തന്നെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന നിഷേധത്തിന്റെ വാക്കുകളും അധികരിപ്പിക്കുന്ന പ്രകൃതമാണ് സ്ത്രീകൾക്കുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ത്രീകളാണ് നരകത്തിൽ കൂടുതലുമുള്ളത്. അതുകൊണ്ട് ഓ മഅ്ശറൻ നിസാ, ഓ സ്ത്രീകളുടെ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ ധർമ്മം ചെയ്യണം.